ട്രാപ്പ് എന്ന് പറഞ്ഞാലേ ഹെവി ട്രാപ്പ് മാൻ. വണ്ടി ഒരു ഭാഗ്യം കളത്തില്ല മറ്റേ രീതിയിലാണ് മൊത്തം ബ്ലോക്ക് ചെയ്ത് ആൾക്കാർ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കൊടുക്കണ തന്നെ രക്ഷയില്ലേ. ദീപാതാടാ ഞാൻ ഇന്നലെ വന്നത് ഈ വഴിക്ക്. ഞാൻ പോയത് ആദ്യം ഒരു വഴിയുണ്ട്, ആ വഴിക്ക് ഞാൻ പോയത്. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കാണുന്നത്. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വഴിക്ക് ഞാൻ പോയത്. വന്നത് ഈ വഴിക്ക്. അവരവർ എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണം നോക്കി പാവങ്ങള്. മോന്തി വീണല്ലേ പിന്നെ. അതൊക്കെ കുംഭമേള കഴിഞ്ഞിട്ട് പോണവരാന്ന് തോന്നുന്നുണ്ട്. നമ്മളിപ്പോഴും നടന്നുകൊണ്ടിട്ടുണ്ട്. തിരക്ക് കുറഞ്ഞു തുടങ്ങിയിട്ടാ. ഈ വണ്ടികളിൽ വന്നിട്ടുള്ള എൻ്റെ ആ ബ്ലോക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ആൾക്കാരായിട്ടുള്ള തിരക്കുകളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു തുടങ്ങി. ശരിക്കും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചു തരാം. കണ്ടാ എന്നാലും ഞാൻ കാണിച്ചു തന്നില്ലേ, ഇതേപോലെയാണ് ആൾക്കാരനെ കയറ്റി കൊണ്ടുപോവുക. ഇതിപ്പോൾ ഇവിടെ കുമ്പമേള കയറേണ്ട ആൾക്കാരെ ഇതിൽ കയറ്റി കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ മറ്റേ റിക്ഷക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതാവും. ഇവിടെ ഇതാണ് കുമ്പമേള ഇറങ്ങുന്ന സ്ഥലം. രണ്ട് സൈഡും ഉണ്ട് കേട്ടോ. ഒരു സൈഡ് മാത്രമല്ല, അപ്പുറ സൈഡുണ്ട്. ഇത് എന്ന് പറയാ ഏക്കറ കണക്കിന് സ്ഥലത്താണ് ഈ സംഭവം നടക്കണത്. അത്രയും ജനങ്ങൾ വന്നു പോയി, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കണവരുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർ വരണത് ഈ ബീഹാർ, അതേപോലെ ഹരിയാന, ഉത്തർപ്രദേശ്, അവിടെ നിന്നുള്ള ബീഹാർ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വരണതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയും ജനങ്ങൾ അവിടെ ഉള്ളവരാ. നോക്കി